ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഡാലിയ കളക്ഷൻസ്. ഞാൻ അഞ്ജു. നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പാർട്ടി വെയർ സാരീസ് ആണ്. ഇനി അങ്ങോട്ട് ഒരുപാട് ഫംഗ്ഷൻസ് ഒക്കെ നടക്കാനുള്ളതാണ്. അപ്പോൾ നല്ല നല്ല ഭംഗിയായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന കുറേ അധികം കളേഴ്സും കോൺട്രാസ്റ്റ് ഷെയ്ഡിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ഷെയ്ഡ് വരുന്ന ഇതാണ്. നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആൻഡ് പിങ്ക് കളർ കോമ്പിനേഷൻ. മെറ്റീരിയൽ വരുന്നത് സെമി ജോട്ടാണ്. ഒരുപാട് ദേഹത്തോട്ട് അങ്ങനെ ഹഗ് ചെയ്ത് ഒട്ടി കിടക്കത്തുമില്ല. എന്നാൽ നല്ല ഒതുങ്ങി നല്ല ഭംഗിയായിട്ട് കിടക്കുന്ന മെറ്റീരിയൽ കൂടിയാണ് സെമി ജൂട്ടാകുന്നത്. അതുകൊണ്ട് നമുക്കൊരു ഷാമ്പു വാഷ് ഒക്കെ ഡ്രൈ ക്ലീൻ അങ്ങനത്തെ ഒരു ആവശ്യം വരുന്നില്ല. ഷാമ്പു വാഷ് ചെയ്തെടുക്കാൻ പറ്റുന്ന മെറ്റീരിയൽ. ബോഡി കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. കോൺട്രാസ്റ്റ് ബോർഡർ ആണ് വരുന്നത്. അതിലേക്ക് ഒരു ബനാറസി വീവിംഗ് ആണ് പോകുന്നത്. നല്ല ഭംഗിയായിട്ടും ഫിനിഷിംഗിൽ ചെയ്തേക്കുന്ന ഒരു വീവിംഗ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കോൺട്രാസ്റ്റ് ഷെയ്ഡുമാണ് വരുന്നത്. രണ്ട് ഷെയ്ഡും കൂടെ നല്ല പിങ്കും ബ്ലൂവും കൂടെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഇതുപോലെയാണ് മുന്താണി വരുന്നത്. മുന്താണിയിലേക്ക് ആ ഒരു ഗോൾഡൻ കളർ സ്ട്രൈപ്സ് പാറ്റേൺ പോകുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ ടാസിൽസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ബ്ലൗസ് പീസും കോൺട്രാസ്റ്റ് ആയിട്ട് തന്നെയാണ് വരുന്നത്. ബ്ലൗസ് പീസിലേക്ക് ആ ഒരു പിങ്ക് ഷെയ്ഡിലേക്ക് ഇതുപോലെ സ്കാറ്റേഡ് ആയിട്ട് ബൂട്ടാ വീവിംഗ് ആണ് പോകുന്നത്. ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ. സാരിയുടെ പ്രൈസ് വരുന്നത് 1285 മാത്രമാണ്. ആ ഒരു പ്രൈസിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന സാരി തന്നെയാണ്. നമുക്ക് ഇതിന്റെ ഷെയ്ഡ്സ് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു വൈൻ ആൻഡ് ഒരു പീക്കോക്ക് ബ്ലൂ കളർ ഷെയ്ഡിന്റെ കോമ്പിനേഷൻ. ഓരോ ഷെയ്ഡുകളും അത്ര ഭംഗിയുള്ള കളറുകളാണ് കേട്ടോ. എല്ലാം നല്ല സൂപ്പർ ആയിട്ടുള്ള കളറുകളാണ്. ആ ഒരു ബനാറസി വീവിങ് ഇതുപോലെ ബോർഡറിലേക്ക് പോകുന്നുണ്ട്. മുന്താണി വരുന്നത് ഇങ്ങനെ. ഇതാണ് മുന്താണി വരുന്നത്. ബ്ലൗസ് പീസിലേക്ക് ബൂട്ടാ വീവിങ് ആണ് പോകുന്നത്. ഇതുപോലെ കോൺട്രാസ്റ്റ് ആയിട്ട് തന്നെ വരുന്നു. പ്രൈസ് സെയിം ആണ്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നത് ബാങ്കോ യെല്ലോ ബോട്ടിൽ ഗ്രീൻ കളർ കോമ്പിനേഷൻ. എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ട് ഒരു കോമ്പിനേഷൻ തന്നെയാണ്. ഇതുപോലെ വരുന്നു. മുന്താണി വരുന്നത് ഇതുപോലെ. ബ്ലൗസ് പീസ് കോൺട്രാസ്റ്റ് ആയിട്ട് തന്നെ ഇങ്ങനെ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ആൻഡ് പിങ്ക് കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ. നോക്കി എന്ത് ഭംഗിയാന്ന് കാണാനായിട്ട്. നല്ല രസമുള്ള കോമ്പിനേഷൻ. ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം ആയിട്ട് തന്നെ വരുന്നു. മുന്താണി വരുന്നത് ഇങ്ങനെ നല്ല ഭംഗിയിൽ തന്നെ ടാസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസും കോൺട്രാസ്റ്റ് ആയിട്ട് തന്നെ വരുന്നു ഇതുപോലെ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മെറൂൺ ആൻഡ് ബോട്ടിൽ ഗ്രീൻ കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ. എല്ലാം നല്ല സൂപ്പർ ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ്. ബോഡി പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. മുന്താണി വരുന്ന ഒരു ഗ്രീൻ കളർ ഷെയ്ഡിലേക്ക് നല്ല ഭംഗിയിൽ തന്നെ ടാസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെ. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡും ഒരു എന്താ പറയുക ഒരു ബേൺ ഓറഞ്ച് കളർ ഷെയ്ഡും. നമുക്ക് വളരെ റെയർ ആയിട്ട് വന്നൊരു കോമ്പിനേഷൻ ആയിട്ട് ഇത് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. വളരെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളർ ഷെയ്ഡ് തന്നെ. മുന്താണി വരുന്നത് ഇതുപോലെ ടാസൽസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് ഇതാണ് കേട്ടോ. കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൗസ് പീസ് വരുന്നു. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആൻഡ് ഒരു റെഡ് കളർ കോമ്പിനേഷൻ. എന്ത് ഭംഗിയാന്ന് കണ്ടോ. എങ്ങനെയാണ് കേട്ടോ വരുന്നത്. മുന്താണി വരുന്നത് ഇതുപോലെ ടാസൽസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് കോൺട്രാസ്റ്റ് ആയിട്ട് തന്നെ വരുന്നു ഇങ്ങനെ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ല സൂപ്പർ ആയിട്ടുള്ള കളർ ഷെയ്ഡാണ് കേട്ടോ. ബേൺ ഓറഞ്ച് ആൻഡ് ഒരു വൈൻ കളർ കോമ്പിനേഷൻ. ഇതുപോലെ എല്ലാം നല്ല രസമുള്ള കോമ്പിനേഷൻ തന്നെയാണ്. മുന്താണി വരുന്നത് ഇങ്ങനെ ടാസൽസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസിലേക്കും ആ ഒരു ബൂട്ടാ വീവിംഗ് ആണ് പോകുന്നത് കോൺട്രാസ്റ്റ് ആയിട്ട്. നെക്സ്റ്റ് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നേവി ബ്ലൂ ആൻഡ് മെറൂൺ കളർ കോമ്പിനേഷൻ. ഇങ്ങനെ ബോഡി പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. മുന്താണി വരുന്നത് ഇതുപോലെ ടാസൽസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെ. നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പിക്കോക്ക് ബ്ലൂ ആൻഡ് ഒരു വൈൻ കളർ ഷെയ്ഡിലേക്ക് വരുന്നു. ഇതായിരുന്നു. വൺ പ്ലേറ്റ് ഇട്ടാലും മടക്കി കുത്തിയാലും ഒക്കെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. മുന്താണി വരുന്നത് ഇങ്ങനെയാണ്. ടാസൽസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്ന ഒരു ബേൺ ഓറഞ്ച് ഒരു ഡാർക്ക് മെറൂൺ എന്ന് കോഫിയിലേക്ക് പോകുന്ന ആ ഒരു കളർ ഷെയ്ഡിലേക്കാണ്. ഇതിന്റെ ആ ഒരു ബോർഡറിന്റെ വീവിങ്ങിൽ ചെറിയ വ്യത്യാസം, പാറ്റേണിൽ വ്യത്യാസം വരുന്നുണ്ട്. ഡിസൈൻ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നുമില്ല. ഇങ്ങനെ വരുന്നു. മുന്താണി വരുന്നത് ഇതുപോലെയാണ്. ഇതാണ് മുന്താണി വരുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ ടാസൽസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് ഇതിന്റെ ഇങ്ങനെയാണ് വരുന്നത്. വിത്ത് ബോർഡറോട് കൂടിയിട്ട് ബോഡി പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബ്ലൗസ് പീസാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് പാരറ്റ് ഗ്രീൻ ആൻഡ് ഒരു ഡാർക്ക് വൈൻ കളർ ഷെയ്ഡിലേക്ക് പർപ്പിളിനോട് അടുത്ത് വരുന്ന വൈൻ ഷെയ്ഡാണ് കേട്ടോ. ഇതായിരിക്കും വരുന്നത്. ഇതിന്റെ കോമ്പിനേഷൻ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. വീവിങ്ങിൽ വരുന്ന ഒരു വ്യത്യാസമേ ഉള്ളൂ. ബോർഡറിൽ ചെറിയ ഡിഫറൻസ് വരുന്നുണ്ടെന്നേ ഉള്ളൂ. മുന്താണി വരുന്നത് ഇങ്ങനെയാണ്. ടാസൽസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് ഇങ്ങനെ. അടുത്തത് നോക്കാം. നമ്മുടെ നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു ചിക്കു ആൻഡ് മെറൂൺ കളർ കോമ്പിനേഷൻ ആണ്. ഒരു പാർട്ടി വെയർ ആയിട്ടും ഒരു ഓണം ബേസ്ഡ് ആയിട്ട് പോലെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സാരി തന്നെ കളർ കോമ്പിനേഷൻ ആണ്. ഇങ്ങനെ വരുന്നു. മുന്താണി വരുന്ന ആ ഒരു ഡാർക്ക് മെറൂൺ കളർ ഷെയ്ഡിലേക്ക് തന്നെ ടാസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് കോൺട്രാസ്റ്റ് ആയിട്ട് വിത്ത് ബോട്ടോട് കൂടിയിട്ട് വരുന്നു ഇങ്ങനെ.
അപ്പോൾ ഇത്രയും ഷെയ്ഡ്സ് ആണ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈസ് സെയിം തന്നെയാണ്. അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഡിസ്പ്ലേയിൽ 3 നമ്പേഴ്സ് അവൈലബിൾ ആണ്. ഏതെങ്കിലും നമ്പറിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി. ഇനി ആർക്കെങ്കിലും സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. എല്ലാ വീഡിയോയ്ക്കും നമുക്കൊരു നമ്പർ ഉണ്ട്. സാരിയാണെങ്കിൽ DS എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ ഉണ്ടാവും. ആ നമ്പർ ഒന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് വാട്സപ്പ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. താങ്ക്